നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ലങ്കാവിയില് തനുറു ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ചിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ഫേമസ് ആണെന്ന മുമ്പിൽ പറയണത്. ഐലൻഡും ഒക്കെ പാടി ചേർന്നൊരു ബീച്ചാണ്. ഇവിടെ അത്യാവശ്യം കാണാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിക്കാണ്. ഓക്കെ, ഇവിടെ മൂവി ഷൂട്ടിംഗ് ഒക്കെ നടന്ന ബീച്ചാണെന്നാണ് മുമ്പിൽ പറയണത്, ബോളിവുഡ് സിനിമകളിലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലോർ ചെയ്യാം. രാവിലെ തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിട്ടോ. നമ്മുടെ ഡ്രൈവർ ആണ് നമ്മുടെ ഗൈഡായിട്ട് ഇന്നുള്ളത്. നമ്മളെ കൂടെ 6 സീറ്റർ ഇന്നോവ കാറിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ പോണ വഴിയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, അതും കൂടിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഈ വീഡിയോയിൽ. ലങ്കാവിയില് ശരിക്കും ലങ്കാവി എന്ന് പറയുമ്പോൾ വലിയ സിറ്റിയോ ടൗണോ ഒന്നും അല്ല. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലങ്കാവി എന്ന് പറയുമ്പോൾ ഗ്രാമപ്രദേശങ്ങൾ പോലെയൊക്കെ നമുക്ക് തോന്നും. കാരണം എവിടെയൊക്കെ നമ്മളെ കേരളത്തിലെ കാലാവസ്ഥ ഇവിടെ ഉണ്ടോയെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ. കാരണം മഴക്കാറും തണല് അതേപോലെ തന്നെ മരങ്ങളും ഒക്കെ ആയിട്ട്, തെങ്ങും മരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഗ്രാമീണ പ്രദേശങ്ങൾ പോലെയൊക്കെ നമുക്ക് തോന്നും. കാരണം ഉള്ളേരിയകളും ഒരുപാടുണ്ട്. പോപ്പുലാരിറ്റി പൊതുവെ കുറവാണ് ലങ്കാവിയിൽ, കാരണം ഐലൻഡുകളാണല്ലോ കൂടുതലുള്ളത്. കാറിൽ പോകുമ്പോൾ ഐലൻഡിന്റെ കുറെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, കാരണം കടലും മറ്റൊക്കെ ആയിട്ട്. എന്നാലും ഇവിടെ കൂടുതൽ സ്കൂട്ടറുകളാണ് കൂടുതലുണ്ടെന്ന് തോന്നി. കാരണം എല്ലായിടത്തും സ്കൂട്ടറുകൾ കുറെ നിർത്തിയിട്ടിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ലേഡീസൊക്കെ കൂടുതലായിട്ടും സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. അവര് ഡെലിവറി ആയിട്ടും മറ്റു ജോലിക്കും ഒക്കെ ആയിട്ടാണ് നമുക്ക് കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. നിലമ്പൂർ കാടുണ്ടല്ലോ, അതേപോലെ തന്നെ ഒരു കാടാണിത്. അപ്പുറത്ത് കടലുണ്ട്. എന്നാലും ഒരുപാട് മരങ്ങളും മറ്റൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ കേരളത്തിന്റെ പോലെ തന്നെ. അതിന്റെ കാരണം എന്താണെന്നറിയില്ല, എന്നാൽ പോലും പോപ്പുലേഷൻ ഇവിടെ കുറവാണെന്നാണ് പറഞ്ഞു കേട്ടത് കേട്ടോ പൊതുവെ ഗാവിയിൽ. കാരണം ഐലൻഡുകളും മറ്റും കൂടുതലാണല്ലോ. അപ്പുറത്ത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ഐലൻഡിന്റെ ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, തനുറു ബീച്ച്. ഡ്രൈവർ, അതായത് നമ്മുടെ കൂടെയുള്ള ആള് പറഞ്ഞത് പ്രകാരം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ച് തന്നെയാണ് തനുറു ബീച്ച്. മൂപ്പരോട് ഇങ്ങനെ നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത് പല ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ള ഒരു ബീച്ചാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ തെങ്ങുകളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഏത് ബീച്ചിന്റെ സൈഡിലും തെങ്ങുകൾ നമുക്ക് ഇപ്പോൾ കാണാം, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇവിടെ തെങ്ങുകൾ കുറേ ഉണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ മാതിരി തന്നെയാണ് ഇവിടുത്തെ കുറച്ച് ക്ലൈമറ്റ് നമുക്ക് പറയാൻ. കാരണം കുറച്ച് മഴ കുറച്ച് വെയിൽ എന്ന ലെവലിലാണ് ഇവിടുത്തെ. ഇപ്പോൾ നല്ല അടിപൊളി കാലാവസ്ഥ കേട്ടോ, വേറെ ലെവലാണ്. കിടിലൻ വൈബാണ് കേട്ടോ. കാരണം ഈ പറഞ്ഞ മാതിരി നമുക്കിവിടെ മറ്റേ റേസിംഗ് മറ്റേ ബൈക്കൊക്കെ ഉണ്ട്, നമുക്ക് അതിൽ പോവാം. അതല്ല ബീച്ചിൽ നമുക്ക് എന്ത് എക്സ്പ്ലോർ ചെയ്യാം. ഐലൻഡുകളാണിത്, ഓരോരോ ഐലൻഡ്. ഇത് വേറെ ഐലൻഡാണ്. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ബീച്ച് കേട്ടോ. സമാധാനമായിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ബീച്ച് ഇപ്പോൾ ഉള്ളത്. കാരണം രാവിലെ ആയതുകൊണ്ടാണോ എന്താ അറിയില്ല, അധികം തിരക്കൊന്നും മറ്റും കാണുന്നില്ല കേട്ടോ ഈ ബീച്ചിൽ. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഒരുപാട് ഐലൻഡുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ് ലങ്കാവിന്ന്. അതേപോലെ തന്നെ ഈ ഐലൻഡുകളൊക്കെ നമുക്ക് കാണുമ്പോൾ ദൂരത്തായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഓരോ മലകളും മറ്റുള്ള ഇതൊക്കെ ഓരോ ഐലൻഡിന്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. കാരണം അതാണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഈ ബീച്ചിനും ആ ഭംഗി തന്നെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബീച്ച് തന്നെയാണ് കേട്ടോ ഇത്. കാരണം സുഖമായിട്ട് നമുക്ക് ആസ്വദിക്കാനും മറ്റൊക്കെ പറ്റും. അപ്പുറത്തായിട്ട് ചെറിയ ചെറിയ ബോട്ടുകളും അതേപോലെ തന്നെ ഡിസേർട്ട് റൈഡിനായിട്ട് ഉപയോഗിക്കുന്ന ആ വണ്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ അപ്പുറത്തായിട്ട് ഇവരെ ഓരോ കടകളും മറ്റും ഒക്കെ ഉണ്ട്, സ്റ്റാളുകളൊക്കെ ഉണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ട് നമുക്ക് കഴിക്കാനും മറ്റൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അവിടെ. തനുറു ബീച്ചിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങി. അധികമൊന്നും നിന്നില്ല, അടുത്ത സ്പോട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോവുകയാണ് ഡ്രൈവറെ കൂടെ. മൂപ്പരാണല്ലോ നമ്മളെ ഗൈഡ്. അങ്ങനെ പോകുന്ന വഴിക്ക്
ഈ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ മരങ്ങളും കാടുകളൊക്കെ ഉണ്ടോ കൂടുതലായിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടുത്തെ ഭംഗി. ഇത് നിലനിർത്തി തന്നെയാണ് ശരിക്കും വേണ്ടത്. തെങ്ങുകളും നീല കളറുള്ള ആ കടല് ഐലൻഡിന്റെ ഭാഗം കൂടി ആയപ്പോൾ അത് വല്ലാത്തൊരു ഭംഗി തന്നെയാണ് കേട്ടോ തരുന്നത്. ഒരു വേറൊരു ഫീൽ തന്നെയാണ്. ഒരു ഫോറിൻ കൺട്രിയിലൊക്കെ ചെന്നിട്ട് നമ്മൾ പറയല്ലോ, അതേപോലെ തന്നെ ഒരു ഫീലാണ് തരുന്നത്. നമ്മുടെ ഡ്രൈവർ മൂപ്പര് ഓരോ കാഴ്ചകൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ പെട്ടതാണ് ഒരു ഫാക്ടറി നമുക്ക് അവിടെ കാണാൻ പറ്റും, ഉയർന്നു നിൽക്കണ ഒരു കെട്ടിടം പോലെ. ആ ഫാക്ടറിനെ കുറിച്ച് മൂപ്പര് ഇങ്ങനെ ഓരോന്ന് പറയാണ്. ഈ ഭാഗത്തുള്ള ഒരു ഫാക്ടറിയാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രസമായിട്ടാണ് നമ്മളെ യാത്ര മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഒരുപാട് മരങ്ങളും തെങ്ങുകളും ഒക്കെ കൂടി ചേർന്ന് നമ്മളെപ്പോഴും വിചാരിക്കും നമ്മളെ നാടെത്തിയോ എന്നൊക്കെ. കാരണം കേരളത്തിലെ പല കാഴ്ചകളും ഇവിടെ കാണാൻ പറ്റും. തെങ്ങും തോപ്പുകളും വാഴത്തോപ്പുകൾ, അതേപോലെ തന്നെ പിന്നിലുള്ള ആ മല. ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കാരണം വാഴകളും തെങ്ങുകളൊക്കെ നമ്മുടെ നാട്ടിലല്ലേ കൂടുതൽ കാണാൻ പറ്റുക. അപ്പോൾ ആ ഒരു ഭംഗിയൊക്കെ കാണാൻ പറ്റും. കാരണം സിറ്റി അല്ല, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, സിറ്റി അല്ല ഇത് ഒരു ഗ്രാമങ്ങളും കാടുകളും മറ്റൊക്കെ ആയിട്ട് പോപ്പുലാരിറ്റി കുറഞ്ഞിട്ടുള്ള പ്രദേശമാണ് ലങ്കാവി ട്ടോ. റോഡും നല്ല റോഡായതുകൊണ്ട് തന്നെ നമുക്ക് ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാനും പറ്റുന്നുണ്ട്. മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല കേട്ടോ. ഡ്രൈവറോട് നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും അടുത്ത സ്പോട്ട് എവിടേക്കാണ് പോണത് എന്നുള്ള ബന്ധപ്പെട്ട കാഴ്ചകൾ അടുത്തത് ഏതാണെന്നെ കുറിച്ചും മൂപ്പരെ വീട്ടിലത്തെ കാര്യങ്ങളും ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ ചോദിച്ച് മനസ്സിലാക്കുകയാണ് കേട്ടോ. മൂപ്പര് പറഞ്ഞത് മൂപ്പര് വൈഫുണ്ട്, കുട്ടികളും മറ്റൊക്കെ ഉണ്ട്, വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും പറയുമ്പോഴും മൂപ്പർ അതിന് അപ്പം തന്നെ മറുപടിയും പറഞ്ഞ് നമ്മുടെ രസകരമായിട്ടുള്ളൊരു കാഴ്ച അങ്ങനെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ യാത്ര.